പരിരക്ഷയുള്ള പാകിസ്ഥാനിലെ ആഭ്യന്തരമന്ത്രിയെ പോലും ലോകം വിശ്വസിക്കുന്നില്ല. പാകിസ്ഥാനിലെ ആഭ്യന്തരമന്ത്രിക്ക് ഒരു തെരുവ് ശൂനകന്റെ വില പോലും കൊടുത്തില്ല. ഈ സംഭവം ലണ്ടനിൽ നടന്നതാണ്. നിങ്ങൾക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യം പറയട്ടെ. നയതന്ത്ര പരിരക്ഷയുള്ള ഉന്നത സംസ്ഥാന ഉദ്യോഗസ്ഥരെ പോലും സുരക്ഷയുടെ കാര്യത്തിൽ വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ, പ്രത്യേകിച്ച് അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാന്റെ പ്രതിച്ഛായയുടെയും വിശ്വാസ്യതയുടെയും അവസ്ഥയെ ഈ സംഭവം ഉയർത്തിക്കാട്ടുകയാണ്. പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വിയുടെ ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി UK വിദേശകാര്യ ഓഫീസിൽ സന്ദർശിച്ചപ്പോഴാണ് ഇത് സംഭവിച്ചത്. ഒരു UKയിലെ സാധാരണ പൗരന്മാരുടെ വാഹനങ്ങളെ പോലും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഓഫീസ് സന്ദർശിക്കുമ്പോൾ വാഹനങ്ങളെ മീറ്റർ സെർച്ച് ചെയ്യും. മീറ്റർ സെർച്ച് എന്തിനാണെന്ന് വെച്ചാൽ ആ വാഹനത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ബോംബ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആ വാഹനം സെക്യൂരിറ്റി പോയിന്റിന്റെ മുന്നിൽ നിർത്തുമ്പോൾ മീറ്റർ സെർച്ചും കൂടാതെ വാഹനത്തിന്റെ അടിയിലെ എല്ലാ ഭാഗങ്ങളും കമ്പ്യൂട്ടറിൽ ദൃശ്യമാകും. കൂടാതെ വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഡ്രൈവർ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ വെളിയിലിറക്കി പാറ്റ് ഡൗൺ സെർച്ച് നടത്തും. കൂടാതെ മെറ്റൽ ഡിറ്റക്ടറിൽ കൂടി നടത്തും. ഒരു സ്ക്രീനിന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ ധരിച്ചിരിക്കുന്ന അടിവസ്ത്രം വരെ വ്യക്തമായി കമ്പ്യൂട്ടർ സ്ക്രീനിൽ വ്യക്തമായി കാണാൻ കഴിയും. AR-1000 എന്നാണ് ഈ ഉപകരണത്തിന്റെ പേര്. മറ്റു സുരക്ഷാ പരിശോധനകൾ നടത്തിയതിനു ശേഷമാണ് കാണാൻ അനുവദിച്ചത്. എന്ന് വെച്ചാൽ പാകിസ്ഥാനിലെ ആഭ്യന്തരമന്ത്രിയെ പോലും പൊട്ടിത്തെറിക്കാനായി ഹോറിഫൈസ് ആകാൻ നടക്കുന്നു, അല്ലെങ്കിൽ നടക്കാമെന്നാണ് ലോകം കരുതുന്നത് എന്നർത്ഥം. ഇമ്രാൻ കുഞ്ഞുങ്ങളെ, ഇവിടെ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കാർ യാത്രക്കാരൻ വെറും ഒരു സാധാരണ പൗരനല്ല, മറിച്ച് നയതന്ത്ര പരിരക്ഷയ്ക്കുള്ള പാകിസ്ഥാൻ എന്ന രാജ്യത്തെ ആഭ്യന്തരമന്ത്രിയാണ്. ഇനി നമ്മുടെ ഭാരതത്തിന്റെ ആഭ്യന്തരമന്ത്രി ആയിരുന്നു ആ കാറിൽ യാത്ര ചെയ്തിരുന്നു എങ്കിലെന്ന് സങ്കല്പിക്കുക. UK രാജാവ് ചാൾസ് മൂന്നാമൻ വന്ന് വഴിയിൽ കാത്തുനിന്ന് കുടയും ചൂടി സ്വീകരിച്ചു കൊണ്ടുപോയേനെ. ഈ സുരക്ഷാ ഭടന്മാർ 100 അടി മാറി സല്യൂട്ട് ചെയ്ത് പഞ്ചപുച്ഛമടക്കി നിന്നേനെ. കാരണം അമിത്ഷാജി വരുന്നത് ഇന്ത്യ അഥവാ ഭാരതത്തിൽ നിന്നാണ്, സനാതനികളുടെ നാട്ടിൽ നിന്ന്, വിശ്വഗുരു രാജാക്കന്മാരുടെ രാജാവായ ലോകത്തിലെ അതിശക്തനായ പ്രധാനമന്ത്രിയുടെ നാട്ടിൽ നിന്ന്. ആ വിശ്വഗുരുവിന്റെ ആഭ്യന്തരമന്ത്രിയാണ് വരുന്നതെന്ന് അവർക്കറിയാം. അതാണ് ഇമ്രാൻ കുഞ്ഞുങ്ങളെ ഇന്നത്തെ ഇന്ത്യ.